അങ്ങനെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യും. ബേസിക് ഇവാലുവേഷൻസ് ഉണ്ട്, ഭർത്താവിൻ്റെയും ഭാര്യയുടെയും കുറച്ച് ഹോർമോണൽ ഇവാലുവേഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈഫിനെ നമ്മൾ യൂഷ്വലി ഒരു അനസ്തേഷ്യ ചെക്കപ്പും കൂടി ചെയ്യും. കാരണം ഇവർക്ക് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ അണ്ടർ അനസ്തേഷ്യയാണ്. അനസ്തേഷ്യ കാണിച്ച് അതിൻ്റെ ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ വി ആർ റെഡി. ആൻഡ് വെൻ അവരുടെ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ എന്നൊക്കെ ഏത് മാസത്തേക്കാണോ ഷെഡ്യൂൾ ചെയ്യുന്നത് ആ സൈക്കിളിൽ നമ്മൾ അവർക്ക് മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. സോ മെഡിസിൻസ് ആർ മെജോറിറ്റി ഇഞ്ചക്ഷൻസ്. IVF വരുമ്പോൾ ഇറ്റ്സ് മെജോറിറ്റി ഇഞ്ചക്ഷൻസ്. കാരണം അതെല്ലാം ഹോർമോൺ ബേസ്ഡ് ആണ്. അപ്പോൾ ഇഞ്ചക്ഷൻസ് ആയിരിക്കും, പല ഡോസുകളിലുണ്ട്, പല 1-2 ടൈപ്പിലുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചിലപ്പോൾ ടാബ്ലറ്റ്സും കൂടി ഇൻക്ലൂഡ് ചെയ്യും. അത് നമുക്ക് എങ്ങനെ സ്റ്റിമുലേഷൻസ് വേണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമ്മളുടെ ഉദ്ദേശം പേഷ്യൻറ്റിനെ കുറച്ച് ഹൈപ്പർ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഓവർ ഹൈപ്പർ സ്റ്റിമുലേറ്റ് ചെയ്യാനും പാടില്ല. കാരണം അത് ചിലപ്പോൾ ഓവറിൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ പോലത്തെ പ്രശ്നങ്ങളിലേക്കും ചെന്നെത്താം. സോ ഒരു ഒപ്റ്റിമൽ ആയിട്ടുള്ള ഒരു ഓവറിൻ സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ എഗ്ഗ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ള പ്ലാൻ നമ്മൾ ചെയ്യും. നമ്മൾ പേഷ്യൻറ്റിന് മരുന്ന് കൊടുക്കും. സോ ആ മെഡിസിൻസ് വരുന്നത് ഏകദേശം ഒരു 8 to 10 ഡേയ്സിൻ്റെ ഒരു ഇതിലാണ് വരുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മൾ 1-2 ഫോളോ അപ്പ് സ്കാൻസ് ചെയ്യും. ആൻഡ് വിൽ മേക്ക് ഷുവർ ആ എഗ്സ് ആർ ഗ്രോയിങ്, എഗ് സൈസ് ഇസ് ഗ്രോയിങ്. പിന്നെ ആ എഗ്ഗ് പ്രീമച്വർലി ഓവുലേറ്റ് ചെയ്യാതിരിക്കാനും കുറച്ച് കാര്യങ്ങൾ ചെയ്യും. സോ അഗോണിസ്റ്റ് പ്രോട്ടോക്കോൾ, അണ്ടഗോണിസ്റ്റ് പ്രോട്ടോക്കോൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പല പ്രോട്ടോക്കോൾസും ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് പേഷ്യൻറ്റിന് പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുക. ഈ എഗ്ഗ് ഡെവലപ്പ് ആയിക്കഴിഞ്ഞാൽ വെൻ എഗ്സ് ആർ റെഡി, അത് എത്ര എഗ്സ് ഉണ്ടെന്ന് നമുക്ക് ഒരു ആവറേജ് ഐഡിയ ഉണ്ടാവും, തുടങ്ങുമ്പോൾ ഉണ്ടാവും, പിന്നെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുമ്പോഴും ഉണ്ടാവും. ഈ എഗ്സ് ശരിക്കും പറഞ്ഞാൽ ഈ മുന്തിരിക്കൊല വളരുന്ന പോലെ നമ്മൾ സ്കാനിൽ നോക്കി കഴിഞ്ഞാൽ കുറേ എഗ്സ് വളർന്ന പോലെ കാണാം. സോ അത് നമ്മൾ നോക്കി അതിൻ്റെ സൈസ് എത്തിക്കഴിഞ്ഞാൽ വി ഗീവ് ട്രിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഓവുലേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ട്രിഗർ കൊടുക്കും. ആ ട്രിഗർ കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ ടൈം കാൽക്കുലേറ്റ്, ഇത് വളരെ ടൈം സ്പെസിഫിക് ആണ്, ഇന്ന സമയത്ത് ചെയ്താൽ ഇന്ന സമയത്ത് തന്നെ പിക്കപ്പ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അങ്ങനെ പ്ലാൻ ചെയ്ത് പേഷ്യൻറ്റിനെ പിക്കപ്പ് ചെയ്യുന്ന ദിവസം വരെ എത്തും. അപ്പോഴേക്കും ഒരു 12 to 14 ഡേയ്സിൻ്റെ ഉള്ളിലാവും. 12, 13, 14 അങ്ങനെയാണ് വരിക. ഇതിലേത് ദിവസമാണോ അവരെ പിക്കപ്പ് റെഡി ആവുന്നത് അവരെ നമ്മൾ അണ്ടർ അനസ്തേഷ്യ നമ്മുടെ സെൻറ്റേഴ്സിൽ, ഇങ്ങനത്തെ ഫെർട്ടിലിറ്റി സെൻറ്റേഴ്സിൽ ഒരു IVF പിക്കപ്പ് ചെയ്യാനായിട്ട് റൂമുണ്ടാവും. ഒരു തിയേറ്റർ, മിനി ഓപ്പറേഷൻ തിയേറ്റർ തന്നെയാണ്. അവിടെ പേഷ്യൻറ്റിനെ സെഡേഷനിൽ, സെഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനസ്തേഷ്യ സെഡേഷനിലാണ് ചെയ്യുക. അപ്പോൾ അതും ഈ നമ്മൾ സാധാരണ ഒരു സിസേറിനൊക്കെ ചെയ്യുന്ന പോലെയുള്ള അനസ്തേഷ്യ അത്രയൊന്നുമില്ല. ഇതൊരു ടിവ എന്ന് പറയും, ട്രാൻസ്സെൻഡ് ഇൻട്രാവീനസ് അനസ്തേഷ്യ എന്ന് പറഞ്ഞ ഒരു മെത്തേഡാണ് അവർ ഫോളോ ചെയ്യുക. പേഷ്യൻറ്റിനെ കുറച്ച് നേരത്തേക്ക് നമ്മൾ മയക്കി കിടത്താൻ വേണ്ടിയിട്ടും. അപ്പോൾ ചിലർ ചോദിക്കലുണ്ട് അനസ്തേഷ്യയൊക്കെ ആവശ്യമുണ്ടോയെന്ന്. അനസ്തേഷ്യ ഇല്ലാതെ ചെയ്യാൻ പറ്റാകല്ല, പക്ഷേ പേഷ്യൻറ്റ് ഭയങ്കര ഡിസ്കംഫർട്ടായിരിക്കും. കാരണം ഒരു സെമി ഇൻവേസീവ് പ്രൊസീജിയറാണ്.